ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കറൻ്റ്ലി ആ ഒരു ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക്, സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം എന്താണ്? ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലാണോ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം അവരുടെ സിറ്റുവേഷൻ എനർജി ജസ്റ്റ് ഒന്ന് എടുക്കാം. Queen of Swords, Three of Swords, Ace of Swords, Knight of Swords, Eight of Wands and Four of Pentacles. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കാണാം, വളരെയധികം ഒരു ടെൻഷൻ, മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതായത് വളരെ ഒരു സ്വസ്ഥമായിട്ടുള്ള മനസ്സിലൂടെയല്ല ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിപ്പോൾ. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഹറിബറി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അനാവശ്യമായ ഒരു ധൃതി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, ആ ഒരു ഇംപേഷ്യൻസ് എനർജിയൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സണിൽ കാണാം. അതായത് ഇവിടെ ഒരു ക്ഷമയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്വതയുള്ള ഒരു മനസ്സോ കാര്യങ്ങളോ എല്ലാം നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ആകെ മൊത്തം ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് ഈ വ്യക്തിയെ കാണാൻ കഴിയുന്നത്. ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു ഹേർട്ട്, ആ ഒരു പെയിൻ ഒക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ അവർ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, ആ ഒരു ആങ്സൈറ്റി, അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഭൂരിഭാഗം വ്യക്തികൾക്കും അവരുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കണം അവർ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എനർജിയിൽ അത് കയറി വന്നിട്ടുള്ളത്. അപ്പം മറ്റ് എന്ത് കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് റിലേഷൻഷിപ്പിൽ നിന്നവർക്ക് മുക്തമാവാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ ഇപ്പോഴും വേദനിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കാണാനായിട്ട് കഴിയുന്നത്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ വൈസ് ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റേജാണ്. എന്നാൽ ചിലപ്പോൾ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡിഫെൻസീവായിട്ടൊക്കെ എല്ലാവരോടും പെരുമാറുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജി അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ അവർ ഇമോഷണലി അനുഭവിക്കുന്ന ഈ ഒരു പെയിനും കാര്യങ്ങളെല്ലാം അവരുടെ ഒരു ലോജിക് വൈസ് വെച്ചിട്ട് മാറ്റിമറിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ കൂടുതലൊരു പെയിൻ അനുഭവിക്കാതിരിക്കാനായിരിക്കാം ഈ പറഞ്ഞതുപോലെ ഒരു ലോജിക് വൈസിലുള്ള തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നല്ല രീതിയിൽ ചിന്തിച്ച് കൂട്ടുന്ന ഒരവസ്ഥയിൽ നടക്കുന്ന ഒരു പേഴ്സണാണ്. എന്തൊക്കെയോ ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത ഈ ഒരു പേഴ്സണിൽ കാണാം. ഒരു സ്വസ്ഥവും സമാധാനമായിട്ടല്ല ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാലിന് തീ പിടിച്ച പോലെ എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ഡയറക്റ്റ് എനർജി എങ്ങനെയാണ്, അവരുടെ മനസ്സിലിപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടു നടക്കുന്നത്, എന്താണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം അംഗീകരിക്കാനുള്ളൊരു വിമുഖത കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ നമുക്കിവിടെ ഈ ഒരു പേഴ്സണോട് ചേർത്ത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സ്റ്റാർ,
Five of Pentacles, Queen of Pentacles, Knight of Wands, Ten of Cups, Seven of Swords, Ten of Pentacles, Queen of Swords, Temperance, Seven of Pentacles, Princess of Wands, Knight of Swords, Five of Swords, Eight of Wands, the Fool, King of Pentacles, Three of Pentacles, and Ten of Wands. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ ഒരു കാര്യം അറിയാം. നമ്മൾ നേരത്തെ ഇവരുടെ ഒരു സിറ്റുവേഷന് വേണ്ടി എടുത്ത എനർജീസിൽ പല എനർജീസും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ അവരുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം ഓർത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ അവർ ഇമോഷണലി വളരെയധികം ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഒരു ഐസൊലേറ്റഡ് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. വളരെയധികം ഒറ്റപ്പെട്ടൊരവസ്ഥ തോന്നുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അതിപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വളരെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി നിലനിന്ന് പോകണമെന്നില്ല, എപ്പോഴും ആ ഒരു എനർജി ആയിരിക്കണം എന്നില്ല. എങ്കിലും പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വളരെ ഒരു അട്രാക്ഷൻ ഉണ്ട്, പാഷനേറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവണം. കാരണം സ്റ്റിൽ ആ ഒരു ഫയറി നേച്ചർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. മാത്രമല്ല ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു പേടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എടുത്തിയാടി വരാനായിട്ട് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു നേച്ചർ ആലോചിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു ടഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ ഒരു ക്വീൻ ഓഫ് സോർട്സ് എനർജി രണ്ട് സ്പ്രെഡിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു എനർജിയും കൂടിയാണ്. മേ ബി നിങ്ങൾ ചിലപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും വെട്ടൊന്ന് തുണ്ടം രണ്ടെന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഹോണസ്റ്റ് ആയിട്ട് ജെന്യുവിൻ ആയിട്ട് നിന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു പേഴ്സണും കൂടി ആയിരിക്കണം. മാത്രമല്ല ആ ഒരു പാസ്റ്റ് ഹേർട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങളെ ഇതുപോലെയുള്ളൊരു ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട് ചിലപ്പോൾ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഇത് ഭയങ്കര മുരടനാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു നേച്ചറാണല്ലോ എന്നുള്ളത്. പക്ഷേ അവർക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസ് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പലരോടും സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ലൈഫിൽ ചുമക്കേണ്ടി വന്നതുകൊണ്ട് എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതായത് അവരുടെ എക്സ്പീരിയൻസസ് കൊണ്ടാണ് അവരങ്ങനെയായി തീർന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെയുള്ളൊരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലൊക്കെ ഒരുപാട് സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഈ പറഞ്ഞതുപോലെ വളരെ ലോയലായിട്ടൊക്കെ മുന്നോട്ട് പോയൊരു പേഴ്സൺ ആയിരിക്കണം. പക്ഷേ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ആ ഒരു ഷാർപ്പായിട്ട് അല്ലെങ്കിൽ വളരെ റിജിഡായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി വളരെ ബോൾഡായിട്ട് ഇപ്പോൾ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഗർവിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വളരെ കഷ്ടപ്പാട് അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം, മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള എനർജീസ് നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ആ ഒരു മെച്വർ ലെവലിലായിരിക്കാം കൈകാര്യം ചെയ്യുന്നത്. ഉള്ളിൽ വളരെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പുറമേ വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ടൊക്കെ ആയിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടാവണം എനിക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം.
അപ്പോൾ ആ ഒരു സംഗതിയും കൂടി കിടക്കുന്നത് കൊണ്ടായിരിക്കണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഓടി വരാനായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം തന്നെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ ചീറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തികൾ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടറും കൂടി അറിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്ന് ഈ ഒരു പേഴ്സൺ അല്പം പേടിയുണ്ടാവണം. അപ്പോൾ ചിലപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കണം നമ്മൾ നേരത്തെ ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ എനർജി എടുത്തപ്പോൾ കണ്ടതാണ്. അവർ ഇമോഷണലി ഒക്കെ വളരെയധികം ഡ്രെയിൻഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ അവരുടെ ഒരു ലോജിക് വൈസ് അല്ലെങ്കിൽ കൂടുതൽ ആലോചിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നൊരവസ്ഥ. അതായത് ചില സമയത്ത് ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഇതുപോലെ ഒരു വ്യക്തി ഓർത്ത് നമ്മളൊരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം, സങ്കടപ്പെടുന്നുണ്ടാവാം. പക്ഷെ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലെങ്കിലും നമ്മളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സാഹചര്യം വിചാരിച്ചിട്ട് ഇതിപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ വഴിക്ക് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇത് അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവരെ പഴിചാരിയെങ്കിലും നമുക്ക് രക്ഷപ്പെടാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു സേഫ് സോണിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. ആ ഒരു എനർജി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണക്ട് ചെയ്ത് പറയാം. നമ്മുടെ ക്യാമറ ഇടയ്ക്കൊന്ന് സ്റ്റക്കായി പോയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ഈ ഒരു പേഴ്സൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നിങ്ങളെന്നുള്ളത്. നിങ്ങളിൽ നിന്ന് ഒരുപാട് ഒരു കെയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിലൊക്കെ ഈ പേഴ്സണെ കൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ കറൻറ്റ്ലി ഈ പറഞ്ഞ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യത്തിലും ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലൊക്കെയാണ് അനുഭവിക്കുന്നതെങ്കിൽ അതെല്ലാം അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ആ ഒരു ഇമോഷണലി ഐസൊലേറ്റ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫയറി നേച്ചർ, അട്രാക്ഷൻ ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ഫാമിലി മെറ്റീരിയലായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ. ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സി അല്ലെങ്കിൽ അതുപോലെയൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ആരും ഇല്ല എന്നുള്ളൊരു അർത്ഥമല്ല. എല്ലായിടത്തും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ഒരു കുടുംബമാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് അതിനകത്ത് കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരാളായിരിക്കും അതിൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത്. ആ ഒരു പില്ലർ. ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വളരെയധികം വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇമോഷണലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്നും അല്ലാത്ത പോലെ ഇരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു കാര്യങ്ങളെല്ലാം അവർ ഹൈഡ് ചെയ്ത് പോകുന്നൊരവസ്ഥയാണ്. അതായത് അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ ഇത്രയും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് കിട്ടാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന തീവ്രമായിട്ടുള്ളൊരു ഡിസയർ ഉള്ളൊരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെല്ലാം അവരുടെ മനസ്സിനകത്ത് ഒതുക്കി വെക്കുന്നൊരവസ്ഥ. ആ ഒരു ഹൈഡിങ് എനർജി, മിസ്റ്ററീസ് ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 10 ഓഫ് പെന്റക്കിൾസ് ആൻഡ് 10 ഓഫ് കപ്സ് എനർജീസ് രണ്ടും നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ അത്രയും ആ ഒരു ഫാമിലി മൈൻഡിലാണ് നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേമിൽ കൊണ്ടുപോകാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ടോപ്പിക് എടുത്ത പോലെ സെപ്പറേഷൻ ഫേസിലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അവരുടെ ഓർമ്മകളിൽ കൂടുതലും നിങ്ങളാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇത്രയും ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർത്ത് കാണണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ളൊരു രീതിയിൽ ചിലപ്പോൾ തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്കത് വളരെ ഡീപ്പായിട്ട് തന്നെ കാണാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ടായിരിക്കണം ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ ഫേസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അവരനുഭവിച്ചിട്ടുള്ള പല സാഹചര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ചില തിരിച്ചറിവുകളോ ഒക്കെ കൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു കണക്ഷൻ ഒന്ന് റീകൺസിൽ ആവാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ഓൺ ആവാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കണം. അപ്പോൾ എവിടെയൊക്കെ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എടുത്തപ്പോൾ കണ്ടതാണ് ആ ഒരു ലോസ് ഓഫ് ഫിയർ, ആങ്സൈറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളൊരു ഭയം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നാളുകൾ കൂടുന്തോറും ഒരു ഭയം ഉണ്ടാകുന്നൊരവസ്ഥ. ഓരോ ദിവസം കഴിയുമ്പോഴും സംഭവങ്ങൾ കംപ്ലീറ്റ്ലി കൈവിട്ട് പോവാണോ എന്നുള്ള ആ ഒരു ചിന്താഗതി. പ്രത്യേകിച്ച് നിങ്ങളും വളരെ റിജിഡായിട്ട് നിൽക്കുകയാണ്, വലിയൊരു ആക്ഷനൊന്നും എടുക്കുന്നില്ല. നിങ്ങളും സ്ട്രോങ് ആണ്, നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. സെപ്പറേഷൻ ഫേസെങ്കിൽ സെപ്പറേഷൻ ഫേസ്. അവർ ഓക്കെ ആണെന്നൊക്കെ തോന്നിക്കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നേരത്തെ നിങ്ങൾ അത്രയും ഇവരെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇവരെ കൈവെള്ള വെച്ചുകൊണ്ട് നടന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർക്കൊരു കാര്യമുണ്ട്.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സെപ്പറേഷനോ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു ജാഡയായിട്ട് മാറി നിൽക്കുമ്പോൾ വിചാരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരിങ്ങോട്ട് വരുമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കാല് പിടിച്ച് വരുമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരെയും ഈ പറഞ്ഞൊരു പരിപാടിക്ക് കിട്ടാറില്ല. ചിലർക്ക് താല്പര്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും അവനവൻ്റെ ആ ഒരു വ്യക്തിത്വം കളഞ്ഞിട്ട് കാല് പിടിക്കാൻ പോവാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ ഭാഗത്താണ് ശരി എന്ന് 100% ഉറപ്പുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? എൻ്റെ ഭാഗത്തല്ലല്ലോ തെറ്റുള്ളത് എന്ന് ചിന്തിച്ചതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ കരുതിയിരിക്കുന്ന ആ ഒരു പേഴ്സണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെയാവുമ്പോൾ ഓരോരോ ദിവസം കഴിയുന്തോറും വിചാരിച്ചതുപോലെ നടക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ മനസ്സിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഞാനില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായിരിക്കും. പക്ഷെ അതൊക്കെ ഓക്കെ ആയിട്ട് അവർ തരണം ചെയ്ത് പോകുന്നു. അവരുടെ ലൈഫ് നോർമലായിട്ട് പോകുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ആകെ ഉണ്ടാവുന്ന ഒരു റെസ്റ്റ്ലെസ്നെസ് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ റിലേഷൻഷിപ്പ് വന്നോ? എന്താണ് സംഭവം എന്നറിയാൻ പാടില്ല. ഇത്രയൊക്കെ എന്നെ എന്താ പറയുന്നത് പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം എന്നെ വേണ്ടേ? സെപ്പറേഷൻ അവരെ വിഷമിപ്പിക്കുന്നില്ലേ? അവർ ഓക്കെ ആണോ? എന്നൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഓക്കെ ആണെന്ന് കാണുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനില്ലാഞ്ഞിട്ട് ഓക്കെ ആയിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനൊരു സമയം എടുക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് അടികൂടി മാറി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ നിങ്ങളതൊന്നും അനുവദിച്ച് കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇനിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു പേഴ്സണ് ഒരു ഇടുപിടി മൈൻഡ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ളൊരു സംഗതി അല്ലെങ്കിൽ ഒരു കാത്തിരിക്കണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ വെരി നെക്സ്റ്റ് മൊമെന്റ് ആ ഒരു മട്ട് മാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് നാച്ചുറലി ഡെവലപ്പായിട്ട് വരട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതായത് അതിനൊരു സമയം വേണം. സമയമെടുത്ത് മറ്റേ ഇത് പറയുന്ന പോലെ ക്ഷമ വേണം, സമയമെടുക്കും എന്ന് പറയുന്നത് പോലെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ആക്ഷൻ ഓറിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, നിങ്ങളോട് മെസ്സേജ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റാത്ത ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ അപ്പോഴും നമുക്കിവിടെ കാണാം അങ്ങനെയുള്ള ഒരു സഡൻ ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഒന്നും കൂടി ഒരു മോശം അനുഭവങ്ങളായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളൊരു പേടി ഈ പേഴ്സണുണ്ട്. എടുത്തിയാടി ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു രീതിയിലായിരിക്കണം അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അതായത് ചില ആളുകളുടെ ഒരു സംസാര രീതിയുണ്ട്. അവരുടെ ഉള്ളിൽ ഉള്ളൊരു കാര്യങ്ങൾ ചിലപ്പോൾ അതേപടി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സംസാരിച്ച് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ ചിലപ്പോൾ കൂടുതൽ വേഴ്സ് ആവാറുണ്ട്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ കോംപ്രമൈസിനാണ് വരുന്നതെങ്കിൽ പോലും ഇത് കേട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി ദേഷ്യം പിടിച്ചിട്ട് കാര്യങ്ങൾ കൂടുതൽ കുളമാവാറുണ്ട്. അതായത് ആ ഒരു സംസാരിക്കാനുള്ള ഒരു നയമില്ലാത്ത ആൾക്കാർ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണോ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പുറമേ വരുമ്പോഴത്തേക്കും വേറെ പല രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോവാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും കൂടി കോംപ്ലിക്കേഷനിലേക്ക് പോവാം, വഴക്കുകൾ കൂടാം. അപ്പോൾ ആ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേടിയുണ്ട്. ഇനി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞ് കാര്യങ്ങൾ മോശമാവോ എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും അവരെ തന്നെ സ്വയം ഒന്ന് ന്യായീകരിച്ചൊക്കെ നിർത്താനൊക്കെ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും. കാര്യം നിങ്ങൾ നഷ്ടപ്പെടരുതെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ആ ഒരു ലെവൽ വിട്ട് വരാനായിട്ട് ചിലപ്പോൾ കൂട്ടാക്കണമെന്നില്ല. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടും അറഗൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ മോശം അവസ്ഥയിലേക്ക് പോയേക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എനർജിയേക്കാൾ ഒക്കെ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻസും അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. മേ ബി ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ പേഴ്സണ് ചിലപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് കഴിവുള്ളൊരു വ്യക്തി തന്നെയായിരിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇതിന് മുൻപ് നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ടൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ വളരെ ലോങ് ടേം ആയിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ കാണാം. നേരത്തെ നമ്മൾ സിറ്റുവേഷൻ എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ കണ്ടതാണ്. അവർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമുള്ളൊരു വ്യക്തിയും കൂടിയാണ് അവർ. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളവരുടെ റിലേഷൻഷിപ്പിൽ വേണം അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതങ്ങനെ തന്നെ തുറന്ന് ഓപ്പണായിട്ട് പറഞ്ഞ്
നല്ല രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. എല്ലായിടത്തും ചിലപ്പോൾ അവരൊന്ന് മികച്ച് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മാനസികാവസ്ഥ വെച്ച് തീർച്ചയായിട്ടും അത് നിങ്ങളോട് ഫുള്ളി എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതുപോലെ തന്നെ അതൊന്നും അവർ ഓപ്പൺ ആക്കുന്നില്ല. അവരെല്ലാം അവരുടെ ആ ഒരു അവർ തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോലും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളോടത് തുറന്ന് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറൊരു രീതിയിലായി പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ വാദി പ്രതിയാവുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയെന്ന് വരാം. തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഫ്രഷ് എനർജി, ഫ്രഷ് റീസ്റ്റാർട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് ഇതിനകത്തൊരു പ്രൊവൈഡർ ആവാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റേബിൾ ആവാനായിട്ട് നമ്മൾ പല എനർജീസും ഇവിടെ ലോങ് ടേം ആയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. ഒന്നല്ല, ഒന്നിൽ കൂടുതലായിട്ടുള്ള എനർജീസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എൻഡിൽ വന്നിരിക്കുന്ന എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സഹകരിച്ച് മുന്നോട്ട് പോകാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അറിയില്ല. അല്ലെങ്കിൽ അത് എങ്ങനെ ഇത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആക്കി എടുക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്കിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി കാണാനായിട്ട് കഴിയുന്നത്. അത് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവഗണിച്ച് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് അതും ഒരു ഹേർട്ട് ആവുന്ന ഒരു കാര്യമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഇതൊരു മോശം സിറ്റുവേഷനിലേക്ക് പോയാലോ എന്നുള്ളൊരു ഭയം. മാത്രമല്ല നിങ്ങളെ നല്ല രീതിയിലൊരു പെയിനും കാര്യങ്ങളൊക്കെ തന്നിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം എന്നൊക്കെ അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 8, നമ്പർ 10 ആൻഡ് നമ്പർ 17. നമ്പർ 14 കൂടി ഉണ്ട്, അത് മിസ്സായിപ്പോയി. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് അക്വേറിയസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനായി, അതുപോലെ സെജിറ്റേറിയസ് എനർജിയും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ പോലും അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തോറ്റു കൊടുക്കുക എന്നൊക്കെ പറയുന്ന അത്രയും എളുപ്പമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ അതിനകത്തൊക്കെ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ കാര്യങ്ങൾ കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. തെറ്റ് പറ്റിയാലും പെട്ടെന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ അവരുടെ ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ പോലും അതവർ സാധിപ്പിച്ചെടുക്കുന്നത് ചിലപ്പോൾ പറഞ്ഞു പിടിച്ചു വരുമ്പോൾ അത് നിങ്ങളുടെ ഒരു ആവശ്യം അവർ ചെയ്തു തരുന്നു എന്നുള്ള രീതിയിലായിരിക്കണം. കാരണം അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് ഗെയിം ഒക്കെ കളിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേണം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ലോങ് ടേം ആയിട്ട് വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ പിന്നിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങളെ യൂണിവേഴ്സിനോട് തന്നെ ക്ലെയിം ചെയ്യുക. ഒരു സെപ്പറേഷൻ ഫേസ് മാറ്റാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.